മഴയായതുകൊണ്ട് ഇന്ന് നമുക്ക് പുറത്തു പോകാൻ കഴിയില്ല. അവള് വെജിറ്റേറിയൻ ആയതുകൊണ്ട് അവള് നോൺ വെജ് ഒന്നും കഴിക്കില്ല. ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്? ഈ സെന്റൻസുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സിൻസ് ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് സിൻസിന്റെ ഉപയോഗത്തെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ബിഗിനേഴ്സ് ചലഞ്ച് എന്ന ആ ഗ്രൂപ്പില് 4ാമത്തെ വീഡിയോ ആണ്. നിങ്ങൾ ചെറിയ സെന്റൻസുകൾ കേട്ട് പഠിക്കുക കേട്ടോ. സിൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, മുതൽ എന്നൊരർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അതവിടെ മാറി നിൽക്കട്ടെ, അതിനെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് എന്ന പോലെ നോക്കാം. ഇനി നമുക്ക് സിൻസ് ബിക്കോസ് എന്ന പദത്തിന് പകരം ഉപയോഗിക്കാൻ കഴിയും. കാരണം ഞാനിപ്പോൾ പറഞ്ഞില്ലേ, മഴയായതുകൊണ്ട് ഇന്ന് നമുക്ക് പുറത്തു പോകാൻ കഴിയില്ല. മഴയായതുകൊണ്ട് അതൊരു കാരണമല്ലേ അല്ലെ? ഇന്ന് മഴയാണ്, അത് കാരണം പുറത്തു പോകാൻ കഴിയില്ല, അതൊരു കാരണമല്ലേ? നീ മടുത്തു, അതുകൊണ്ട് നീ ഉറങ്ങണം, അതൊരു കാരണമല്ലേ? അപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് സിൻസ് ഉപയോഗിക്കാം. മറ്റു സിൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ലാസ്റ്റ് അത് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ സിൻസ് ബിക്കോസിന് പകരം സിൻസ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മഴയായതിനാല്, മഴ കാരണം എങ്ങനെ പറയുക? സിൻസ് ആദ്യം കൊടുത്തല്ലേ, സിൻസ് ഇറ്റ് ഈസ് റെയിനിങ്, പോകാൻ കഴിയില്ല, വി കനോട്ട് ഗോ ഔട്ട്. അപ്പോൾ നമ്മൾ എന്തിനാ ഉപയോഗിച്ചത്? സിൻസ് മഴ കാരണം, സിൻസ് ഇറ്റ് ഈസ് റെയിനിങ്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അത് കണ്ടുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് പുറത്തു പോകാൻ പറ്റത്തില്ല. എങ്ങനെ പറയും? സിൻസ് ഇറ്റ് ഈസ് റെയിനിങ് വി കനോട്ട് ഗോ ഔട്ട്. ഈ കനോട്ട് എന്തിനാണ്? പോകാൻ പറ്റത്തില്ല, പോകാൻ കഴിയത്തില്ല. അപ്പൊ നിങ്ങളൊന്ന് പറയൂ, സിൻസ് ഇറ്റ് ഈസ് റെയിനിങ് വി കനോട്ട് ഗോ ഔട്ട്. പുറത്തു പോവാൻ നമുക്ക് പറ്റത്തില്ല. നീ നന്നായിട്ട് മടുത്തതാണ്, അതുകൊണ്ട് നീ ഉറങ്ങണം, നീ ഉറങ്ങിയേ പറ്റത്തുള്ളൂ, നമ്മൾ പറയില്ലേ? അതെങ്ങനെ പറയുക? നീ നന്നായി മടുത്ത കാരണം നീ ഉറങ്ങണം. എങ്ങനെ പറയുക? സിൻസ് യു ആർ ടയേർഡ് യു ഷുഡ് സ്ലീപ്പ്. നീ ഉറങ്ങണം. യു ഷുഡ് സ്ലീപ്പ്, ഉറങ്ങണം. ഷുഡ് സ്ലീപ്പ്. എങ്ങനെ പറയേണ്ടത്? നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ പറയൂ. സിൻസ് യു ആർ ടയേർഡ് യു ഷുഡ് സ്ലീപ്പ്. ഷുഡ് സ്ലീപ്പ്, ഉറങ്ങണം. സിൻസ് യു ആർ ടയേർഡ് ആയതു കാരണം, സിൻസ് കാരണം നീ ഉറങ്ങണം. അവള് വെജിറ്റേറിയൻ ആണ്, അവള് പച്ചക്കറി മാത്രമേ കഴിക്കുള്ളൂ, അതുകൊണ്ട് അവള് മീറ്റ് ഒന്നും കഴിക്കില്ല കേട്ടോ. എങ്ങനെയാ അപ്പൊ ഇത് പറയുക? സിൻസ് ഷീ ഈസ് എ വെജിറ്റേറിയൻ, അവളൊരു വെജിറ്റേറിയൻ ആണ്. സിൻസ് ഷീ ഈസ് എ വെജിറ്റേറിയൻ. പിന്നെന്താണ്? ഷീ കഴിക്കാറില്ല എന്നെങ്ങനെ പറയുക? കഴിക്കില്ല എന്നെങ്ങനെ പറയുക? ഷീ ഡസൻറ്റ് ഈറ്റ് മീറ്റ്. മീറ്റ് കഴിക്കില്ല. ഡസൻറ്റ് ഈറ്റ് മീറ്റ്, മീറ്റ് കഴിക്കില്ല. എങ്ങനെയാ പറയാൻ കഴിയുക? സിൻസ് ഷീ ഈസ് എ വെജിറ്റേറിയൻ ഷീ ഡസൻറ്റ് ഈറ്റ് മീറ്റ്. അപ്പൊ നമ്മൾ അത് എന്തിനാ ഉപയോഗിച്ചത്? സിൻസ് ആദ്യം കൊടുത്തു, എന്നിട്ട് അതെന്താണെന്ന് പറഞ്ഞു, അതുകൊണ്ട് അവരെന്ത് ചെയ്യില്ല അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ സിൻസ് എന്ന് പറയുന്നത് ഒരു കാരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് സിൻസ് ഉപയോഗിക്കാം. ഇത് നിങ്ങൾ ഇന്ന് ആദ്യം കേട്ടതാണോ? ഇങ്ങനെ കുറേ സെന്റൻസ് നിങ്ങൾ കേട്ട് പഠിക്കണം കേട്ടോ. വേറൊരു രീതിയിൽ നമുക്ക് സിൻസ് ഉപയോഗിക്കാം. അതിങ്ങനെയാണ്. ഇപ്പൊ ഞാൻ പറയണം, ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ കുറേ വൊക്കാബുലറി, പുതിയ പുതിയ വൊക്കാബുലറി ഒക്കെ ലേൺ ചെയ്തു. അപ്പൊ നമുക്ക് എങ്ങനെയാ? ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ, മുതൽ സിൻസ് അല്ലെ? ഞാൻ ഇംഗ്ലീഷ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ സിൻസ്. അപ്പൊ നമുക്ക് എങ്ങനെയാ പറയാ? സിൻസ് ലേണിംഗ് English, I have learned new vocabulary. Since learning English, പഠിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ, സിൻസ് തന്നെ ഇപ്പോഴും ഉണ്ട്. സിൻസ് ലേണിംഗ് ഇംഗ്ലീഷ് I have learned new vocabulary. I have learned some new vocabulary. കുറച്ച് കൂടുതൽ വൊക്കാബുലറികൾ വൊക്കാബുലറി വാക്കുകൾ ഞാൻ ലേൺ ചെയ്തു. സിൻസ് അന്നു മുതൽ, ഇപ്പോഴും ഞാൻ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിൻസ്. സിൻസ് പാൻഡമിക് സിറ്റുവേഷൻ. പാൻഡമിക് സിറ്റുവേഷൻ എന്താണ്? ഇപ്പൊ നമ്മുടെ കോവിഡ് കാലത്തെ നമുക്ക് പാൻഡമിക്, എല്ലാവരും പേടിച്ച് നിന്ന, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ നിന്ന ഒരു കാലഘട്ടം അല്ലെ? സിൻസ് പാൻഡമിക് സിറ്റുവേഷൻ മുതൽ മെനി പീപ്പിൾ, ഒത്തിരി ആൾക്കാർ എന്തു തുടങ്ങി?
വർക്ക് ഫ്രം ഹോം സ്റ്റാർട്ട് ചെയ്തു അല്ലെ. മെനി പീപ്പിൾ സ്റ്റാർട്ടഡ് വർക്ക് ഫ്രം ഹോം. സിൻസ് പാൻഡമിക് സിറ്റുവേഷൻ മെനി പീപ്പിൾ ഹാവ് സ്റ്റാർട്ടഡ് എന്താണ് വർക്ക് ഫ്രം ഹോം അല്ലെ. ആ ഒരു കാലഘട്ടം മുതൽ ഇപ്പോഴും വർക്ക് ഫ്രം ഹോം ആണ് അല്ലെ. ഓൾമോസ്റ്റ് എല്ലാ ഓഫീസിലും ഇത്ര ഒന്നെങ്കിൽ വീക്കെൻഡ് എന്തെങ്കിലും ഒരു ഡേയ്സിൽ അവർക്ക് വർക്ക് ഫ്രം ഹോം ഉണ്ട് അല്ലെ. അപ്പൊ അതെങ്ങനെയായി? ആ സിൻസ് അന്ന് മുതൽ ഇപ്പോഴും അങ്ങനെയാണ്. സിൻസിന്റെ വേറൊരു ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ ഇനി വേറെയാണെങ്കിൽ നിങ്ങൾ പറയൂ, അവൾക്ക് ജോലി കിട്ടിയപ്പോൾ മുതൽ അവൾ ടീച്ചറായിട്ട് ജോലി ചെയ്യാണ്. ഇപ്പോൾ ടീച്ചറാണ്. എങ്ങനെ പറയുക? ജോലി കിട്ടിയപ്പോൾ മുതൽ അവള് ടീച്ചറായിട്ട് ജോലി ചെയ്തു വരികയാണ്. എങ്ങനെ പറയാൻ കഴിയുക? സിൻസ് ഗെറ്റിംഗ് എ ന്യൂ ജോബ്, നല്ലൊരു ജോലി, പുതിയ ജോലി കിട്ടിയപ്പോൾ മുതൽ, സിൻസ് ഗെറ്റിംഗ് എ ന്യൂ ജോബ് ഷീ ഹാസ് ബീൻ വർക്കിംഗ് ആസ് എ ടീച്ചർ. ആസ് എ ടീച്ചറായിട്ട്, ടീച്ചറായിട്ട് എങ്ങനെയാ പറയുക? സിൻസ് ഗെറ്റിംഗ് എ ന്യൂ ജോബ് ഷീ ഹാസ് ബീൻ വർക്കിംഗ് ആസ് എ ടീച്ചർ. ടീച്ചറായിട്ട് ജോലി ചെയ്തു വരികയാണ്. അപ്പൊ നമുക്ക് സിൻസിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ബിക്കോസ്, കാരണം എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ അന്ന് മുതൽ ഇപ്പോഴും അങ്ങനെയാണ് എന്ന് പറയാൻ നമുക്ക് ഉപയോഗിക്കാം. ഇനി സിൻസിന്റെ ഉപയോഗം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാന് മുതൽ, അതായത് സിൻസ് ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? നേരത്തെ തുടങ്ങി ഇപ്പോഴും ആ പ്രവൃത്തി നടക്കണം, അതിനാണ് നമ്മൾ സിൻസ് ഉപയോഗിക്കുന്നത് അല്ലെ. I have been learning English since 2000 എന്ന് പറഞ്ഞാൽ എന്താ? സിൻസ് മുതൽ, 2000 മുതൽ I have been learning, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. I have been learning English since 2000. She has been studying since morning. അവൾ രാവിലെ മുതൽ പഠിക്കുകയാണ്. She has been studying സിൻസ് മോർണിംഗ്. ഇപ്പൊ നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ കുട്ടികളൊക്കെ എന്താണ്, പരീക്ഷയുടെ ഒരു കാലഘട്ടമാണ്. അപ്പൊ പറയാം, കുട്ടികളൊക്കെ ഹാസ് ബീൻ ലേണിംഗ്, എന്റെ മോൻ ഹാസ് ബീൻ ലേണിംഗ് സിൻസ് മോർണിംഗ്, മോർണിംഗ് മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി ഹാസൻറ്റ് ബീൻ ഈറ്റിംഗ് ഫുഡ് സിൻസ് യെസ്റ്റർഡേ. രാവിലെ മുതൽ, ഇന്നലെ മുതൽ അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഹി ഹാസൻറ്റ് ബീൻ ഈറ്റിംഗ് ഫുഡ് സിൻസ് യെസ്റ്റർഡേ മുതൽ അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇനി നിങ്ങൾ പറയൂ, രാവിലെ മുതൽ മഴയാണ്. എങ്ങനെ പറയാ? രാവിലെ മുതൽ മഴയാണ്. It has been raining since morning. It has been raining since morning. രാവിലെ മുതൽ, സിൻസ് മോർണിംഗ്, റെയിനിങ്, ഹാസ് ബീൻ റെയിനിങ് ആണ്. രാവിലെ തുടങ്ങിയ മഴയാണ്, ഇപ്പൊ വൈകുന്നേരമായിട്ട് മഴ നിന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? സിൻസ് ആണ്. അന്ന് മുതൽ. കഴിഞ്ഞ ആഴ്ച മുതൽ ഞാൻ അവളെ കണ്ടിട്ടില്ല. കഴിഞ്ഞ ആഴ്ച മുതൽ, സിൻസ് ലാസ്റ്റ് വീക്ക്, ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ തന്നെ ഒന്ന് പറയാൻ ശ്രമിക്കൂ. I haven't seen her since last week. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ഞാനിപ്പോ ലാസ്റ്റ് പറഞ്ഞ സെന്റൻസുകൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എന്താ പറയാ, ഫെമിലിയർ ആണ്. പക്ഷെ നമ്മൾ സിൻസ് ബിക്കോസ് എന്ന് പറയുന്നതിന് പകരം ഉപയോഗിക്കാം, ഒരു കാലഘട്ടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, ഒക്കെ നമുക്ക് സിൻസ് ഉപയോഗിച്ച് സംസാരിക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ കുറെ സെന്റൻസുകൾ ഞാൻ തന്നു. പക്ഷെ ഞാൻ ഈ ബിഗിനേഴ്സ് ചലഞ്ചിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സെന്റൻസുകൾ മാത്രമേ തരുന്നുള്ളൂ. ഞാൻ എപ്പോഴും പറയും, നിങ്ങളെ കൊണ്ട് പറ്റുന്ന ആ സ്ട്രക്ചർ നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അതായിരിക്കും എളുപ്പം, ഏറ്റവും നല്ലത്. നമ്മൾ കുറേ ഗ്രാമർ ഇങ്ങനെ പഠിച്ചു എന്ന് കരുതി നമുക്ക് സംസാരിക്കാൻ കഴിയില്ല കേട്ടോ. കുറേ ഗ്രാമർ ഇങ്ങനെ പഠിച്ചു എന്ന് കരുതിയിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംസാരത്തിൽ വരുന്ന തെറ്റുകൾ നമുക്ക് കണ്ടുപിടിച്ച് നമുക്ക് തിരുത്താൻ പറ്റും എന്നുള്ളതാണ് കാര്യം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് സ്പീക്കിംഗ് ക്ലാസ്സുകളൊക്കെ ആവശ്യമായി വരുന്നത്. കാരണം സ്പീക്കിംഗ് ക്ലാസ്സുകളിലാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന ആ സെന്റൻസുകളെ ഗ്രാമറൊക്കെ കണ്ടുപിടിച്ച് ഒന്ന് തെറ്റ് തിരുത്തി കറക്റ്റാക്കി തരാൻ പറ്റും. പക്ഷേ നിങ്ങൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഗ്രാമർ കുറച്ച് തെറ്റിപ്പോയി എന്നൊന്നും വിചാരിച്ചിട്ട് നിങ്ങൾ സംസാരിക്കാതിരിക്കേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ബിഗിനേഴ്സ് ചലഞ്ചിൽ നിങ്ങൾ ജോയിൻ ആകുമ്പോൾ കുറേശ്ശെ സെന്റൻസുകളുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ സംസാരിക്കലും എളുപ്പമായി വരും കേട്ടോ. അപ്പൊ നമ്മൾ ഫെബ്രുവരി 5-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള മോർണിംഗ് ബാച്ച് തുടങ്ങുകയാണ്. ഈ ഈവനിങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ.
ഇത് കേൾക്കുമ്പോൾ ഇനി ആരും വിളിക്കേണ്ട. ഈവനിങ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി മോർണിംഗ് ബാച്ച് ഫെബ്രുവരി 5 മുതൽ, അത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയില്ലല്ലോ, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് മടുത്തവരോ കുറച്ചൊക്കെ അറിവും കൂടെ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും